ഇതാ പണി. എന്താണോ പറ്റിയോ? ഈ പണ്ടാരത്തിന് വിരയിളക്കത്തിന്റെ അസുഖ. പേടിച്ചു പോയായിരിക്കും. അമ്മയോട് അമ്മേ, എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അയൽക്കാരെ വിളിച്ചു വരുത്തി ബാക്കിയുള്ളവരെ മാനം പിടിച്ചു ആ രാത്രി അവരെന്നെ ബോധം കെടുന്നതുവരെ തല്ലി. അടിയും ചവിട്ടും പിറ്റേന്നും പകലും മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെയാത്രേ ചില പെൺകുട്ടികള് കുറെ അടി കൊണ്ട് കഴിയുമ്പം അവരുടെ വഴിക്ക് വരുമെന്നാ പറയണേ. ഞാനോ? എന്നെ അടിച്ചനുസരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അന്നത്തെ പിന്നെ വേറെ ആണെങ്കിലും ഗൗരിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, എന്തോ അതിനവർക്ക് ധൈര്യമുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇന്നാ മൂപ്പന്റെ അടുത്തേക്ക്? അതെ. ആര് പറഞ്ഞു? പറഞ്ഞു കേട്ടു. ആരേ മൂപ്പൻ? മാപ്പിളാരുടെ അടുത്ത് ദൈവം അത്രേ. അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കുറെ ആൾക്കാരും, ഒരുപാട് സ്വത്തുള്ളൊരു തന്ത. ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്ന അത്രേ എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഞാൻ പോയില്ല. അന്ന് തുടങ്ങി ഇവിടെ സ്വൈര്യമില്ലാണ്ടായി. രാത്രിയിൽ കുത്തും വെട്ടും. ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണമെന്നാണത്രേ. ഇന്ന് ഞാനായിട്ട് പോയതല്ല, ചതിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു കള്ളത്തി സ്ത്രീ. ആ തന്തയുടെ മനസ്സലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുചെല്ലാമെന്ന് വാക്കുകൊടുത്തിട്ട് പോന്നിരിക്കാത്രേ. ഞാൻ പോവില്ല. പോയില്ലെങ്കിൽ അയാളെ വീണ്ടും മാപ്പിളാരെ ഇളക്കി വിടും. ഇവിടെ ആരും വരാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞിരിക്കണേ. ആര്? മാപ്പിളാര്. എന്റെ പേര് ഹിലാൽ എന്നാണ്. മാപ്പിളയാ? ഊണ് കഴിക്കണ്ടേ? ഓ, ഊണ് കഴിഞ്ഞിട്ട് ഗൗരിക്കുട്ടിക്ക് എന്നെ കാണാവോ? അല്ല, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്നീ വളപ്പിന് പുറത്താക്കി തരാൻ കഴിയുമോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോളാം. ഞാൻ നോക്കാം. എന്നാലാവുന്ന പോലെ ഞാൻ നോക്കാം. നുണ പറയരുത്. നിങ്ങളോട് ഇക്കാര്യത്തിൽ ഞാൻ നുണ പറയില്ല. ആണേയിരുന്നു. അള്ളായാണ് എന്റെ ദൈവം. വരൂ, ഊണ് കഴിഞ്ഞിട്ട് കാണണം. വക്കീലേ, ഗോപി, 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 എന്താ ഇവൻ ഉറങ്ങിയതോ ചത്തോ? ഗോപി, ചങ്കൂസ്, നിനക്കൊന്നും ആഹാരം വേണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങി നിനക്ക്. എവിടെ പെണ്ണുമ്പിള്ള? എങ്ങനെ മുടി പിന്നീടിച്ചോ? അത് ചുമ്മാ വക്കീലത്തിന്റെ മോഹം കണ്ടാ അറിയാലോ. എന്താ അതോ, വക്കീലിനൊരു പെണ്ണിനെ അങ്ങ് ഇച്ഛ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി രണ്ടായിട്ട് പിന്നീടിപ്പിക്കും. മൂപ്പര് ആദ്യത്തെ കാമുക എങ്ങനെയായിരുന്നു അത്രേ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല. എവിടെ
ഞാൻ വന്നോളാം. തനിക്ക് എന്താ തോന്നുന്നേ? ഓ എന്ത് തോന്നാനാ, ഇവളുമാർക്കെല്ലാം ഇതുപോലെ ഓരോ കഥ പറയാനുണ്ടാവും. ഇത് കഥയല്ല വക്കീലേ. അല്ല, ഇതാണ് ഏതാണ്ട് വലിയ പൊണ്ണക്കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. സക്രിയക്ക് എന്താ തോന്നുന്നത്? ആ വിശ്വംബന്റെ കാര്യം അവള് പറഞ്ഞത് കറക്റ്റാ. ആ സംഭവം ഞാനും പറഞ്ഞതാ. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ആ കുട്ടി പറഞ്ഞത് മുഴുവൻ നേരാണെന്നേ. സക്രിയ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ബോധ്യാവും. എനിക്ക് ഈ വർഗത്തിന്റെ കരച്ചിലും വീച്ചിലും കാണാൻ മഹാ എതക്കേടാ. പിന്നെ അവള് പറഞ്ഞതിൽ കുറെ നേരുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാനൊക്കും? എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ, അതും അന്യനാട്ടി വന്നു കിടന്നു. നീ നിന്റെ കാര്യം നോക്ക് ഹിലാലെ, വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പുലുവാലി പിടിപ്പിക്കാതെ. എന്റെ മോനാ അത്. അതെ മാഷേ, അതിന് മേനോ കല്യാണം കഴിച്ചാണോ? പിന്നെ എനിക്കും ഇല്ലേ എന്റേതായ പ്രാരാബ്ദങ്ങള്. രണ്ടാ കുട്ടികള്, ഇളയവള് ഈ കൂട്ടത്തിലുണ്ട്. ഇവരിവിടെ തന്നെയാണ് വളരുന്നത്? ഹേയ്, ഞാൻ രാവിലെ വരുമ്പോ കൂട്ടിക്കൊണ്ടിങ്ങ് പോരും. മോന് സ്കൂളില്ലാത്ത ദിവസവും ഇങ്ങോട്ട് പോരാറുള്ളൂ. ഈ കുട്ടികളുടെ അമ്മയും? ഛേ, അവക്ക് ഈ പടി കയറുന്നതിന് അത്ര ഇഷ്ടമല്ല. എനിക്കും അതത്ര പിടുത്തമല്ല. പിന്നെന്തിനാ പിള്ളേരെ ഇവിടെ കൊണ്ടു നിർത്തുന്നത്? ആഹാരം നടക്കുമല്ലേ? ഇറക്കാൻ പറ്റുമോ മാഷെ? ചാലക്കുഴിയിലെ മെന്നായി പോയില്ലേ? കണ്ടോ, ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ലാണ്ടായിരുന്നു. ഇന്നിപ്പം മര്യാദയ്ക്ക് പോയി കാണേണ്ടവരെ കണ്ടു, ആളും മെരുക്കായി. അപ്പോഴും മാസ്റ്റർ അടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിരുന്നില്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ പഠിച്ചു. അതന്നെ.